ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ പിക്നിക് ഡേ ആണ്. അവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരു വണ്ടിയിലാണേ പോകുന്നത്. ഇപ്രാവശ്യം നമ്മൾ നേരത്തെ വന്നേ, പക്ഷേ വണ്ടി വരാൻ കുറച്ച് ലേറ്റുമായി പോയി. വണ്ടി ലേറ്റായിട്ടാണ് വന്നെങ്കിലും ഞങ്ങൾ പാട്ടിനും ഡാൻസിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. എല്ലാവരും പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് ഫുൾ എൻജോയ് ചെയ്ത് ഞങ്ങൾ പോയത്. വണ്ടിയിൽ ആൾക്കാരെ കണ്ടിട്ട് ഇത്രേ പേരെ ഉള്ളൂ എന്ന് വിചാരിക്കല്ലോ കേട്ടോ. ഇനിയും ആൾക്കാരുണ്ട്. ഇനിയും 2 വണ്ടി ഉണ്ടെന്നാണ് പറഞ്ഞത്. വലിയ ബസ്സാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി നമ്മൾ അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 2 സ്ഥലത്ത് 2 വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ പൊറുവൂരും പഞ്ചിയും ഏരിയയിലുള്ള നമ്മുടെ ആൾക്കാർ മാത്രമായിട്ടുള്ള ഒരു പഞ്ചവർണ്ണ കിളി പറഞ്ഞു, പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറഞ്ഞേ. അപ്പോഴേ നമ്മുടെ ഈ പിക്നിക് എന്ന് പറയുന്നത് കേരള സംഗമം പഞ്ചിം അസോസിയേഷൻ്റെ കണക്കായിട്ടുള്ള പിക്നിക്കാണ്. കേരള സംഗമം പഞ്ചിമിൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഫാമിലി പിക്നിക്. അതാണ് സംഭവം. അങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്ന് വെച്ചാൽ പ്രാശ്വൻ ഫാം എന്ന നോർത്ത് ഗോവയിലെ ഡിച്ചോളിയം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രാശ്വൻ ഫാം. അത് ആ സ്പോട്ടിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങോട്ടൊക്കെ തന്നെ ഇപ്പോൾ വീണ്ടും വന്നത്. നമുക്ക് ഒരു ദിവസം ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ്. ഒരു ദിവസം നല്ല കേട്ടോ, 1-2 ദിവസം നമുക്ക് തങ്ങാനൊക്കെ പറ്റും. ഹോം സ്റ്റേയും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഫുഡും നമ്മൾ പറയുവാണെങ്കിൽ അവിടെ തന്നെ തയ്യാറാക്കി അവർ തരും. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും ഉള്ള ഒരു ഫാമാണ് കേട്ടോ. പിന്നെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. കുട്ടികൾക്കായിട്ട് കുറച്ച് ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ വലിയവരൊന്നോ കുട്ടികളൊന്നോ ഒന്നുമില്ല. എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. മെയിനായിട്ട് ഇവിടെ എടുത്തു പറയേണ്ടത് 3 പൂളുണ്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് പൂൾ. ഈ ഫസ്റ്റ് പൂളിനോട് ചേർന്നെടുത്താണ് നമുക്കുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയത്. നമുക്കൊക്കെ ഫുഡ് കഴിക്കാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഉള്ള കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ ബാഗ് കൊണ്ടുവച്ച് എന്നിട്ട് ഇവിടെ മൊത്തം ചുറ്റിക്കറങ്ങി കാണാമല്ലോ എന്ന് കരുതി. ആദ്യം കുറച്ച് കണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പിന്നെ പൂളിലേക്ക് ഇറങ്ങാമല്ലോ എന്ന് കരുതി. ചെന്നപ്പോഴേ തന്നെ നമ്മുടെ ഷീതുക്കുട്ടി വീഡിയോ കോളിൽ വന്നു കേട്ടോ. പുള്ളിക്കാരിക്ക് വരാൻ പറ്റാതിൻ്റെ വിഷമം ഇങ്ങനെ വീഡിയോ കോളിൽ തീർത്തുകൊണ്ടിരിക്കുവാണ്. സ്ഥലമൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എല്ലാ സ്ഥലവും നമ്മൾ ഹോം സ്റ്റേയും കാര്യങ്ങളും ഒന്നും ഇതിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങോട്ടൊക്കെ നമ്മളങ്ങനെ പോയില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നമ്മുടെ കൂടെ വേറെ ആൾക്കാരും ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും കൂടെ ഒരു വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ കുറച്ച് ലേറ്റ് ആയല്ലോ. ആദ്യം വന്നെങ്കിൽ എല്ലാവരും ഒരു വീഡിയോക്കകത്ത് കിട്ടിയത്. ഇതിപ്പോൾ വന്നപ്പോഴത്തേക്ക് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിപ്പോയി. നമ്മളെവിടെ ചെന്നാലും ലേറ്റാണല്ലോ, അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിന്നെ ദാണ്ടെ മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് സ്വിമ്മിംഗ് പൂൾ കാണാം. നല്ല ഭംഗിയായിരുന്നു മേളിൽ നോക്കുമ്പോൾ കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനും ഒക്കെ ഉണ്ട്. നമ്മൾ കസേരയിൽ ഇവിടെ മേളിൽ കൊണ്ടിട്ട് ഇവിടെ അടിപൊളിയായിട്ടിരുന്ന് ഫുഡ് കഴിക്കുക. അടിപൊളി ഒരു വൈബാട്ടോ ഇവിടെ മേളിലെന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കാനും ഒക്കെ. പിന്നെ ദാണ്ടെ ഇതാണ് നമ്മുടെ ക്യാമറാമാൻ. ഇനി ആരും ക്യാമറാമാനെ പരിചയപ്പെടുത്തിയില്ല എന്ന് പറയരുത് കേട്ടോ. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുത്തോണ്ട് എടുത്തിട്ട് മതിയാവുന്നില്ല. വീണ്ടും എടുക്കും തോറും നമ്മുടെ ക്യാമറാമാൻ നമ്മളെ കൊണ്ട് വറുത്തരച്ച് മുളകിട്ട് ഉപ്പിട്ട് എല്ലാം അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ രാവിലത്തെ ഫുഡ് റെഡിയായി കേട്ടോ. നല്ല കപ്പയും അതുപോലെ നല്ല ചൂര മീൻ കറിയും നല്ല കാന്താരി മുളകിട്ട ചമ്മന്തിയും പിന്നെ നല്ല കട്ടൻ കാപ്പിയും. അങ്ങനെ എല്ലാവരും നല്ലപോലെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും നല്ല വിശന്നിരിക്കുമായിരുന്നു കേട്ടോ. രാവിലെ ഒന്നും കഴിക്കാതൊക്കെയല്ലേ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. രാവിലത്തെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫോട്ടോസിനങ്ങ് ഒരു അന്ത്യം വന്നിട്ടില്ല. വീണ്ടും ഞങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കൂടെ നമ്മുടെ ക്യാമറാമാൻ്റെ വീഡിയോസും വരുന്നുണ്ട്. പല വീഡിയോസിലും ക്യാമറമാനെ കാണുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അത് ഈ വീഡിയോയിലൂടെ നമ്മളങ്ങ് തീർത്ത് കളയുവാണ് കേട്ടോ. അങ്ങനെ അവിടെയും മാനിൻ്റെ കൂടെയും ഊഞ്ഞാലിലും ഒക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നേരെ നമ്മൾ 2ാമത്തെ പൂളിലോട്ടാണ് പോണേ. താഴെയാണ് 2ാമത്തെ പൂൾ കേട്ടോ. അവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ കെട്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇറങ്ങി പോകുമ്പോൾ തന്നെ നല്ല വീഡിയോയ്ക്ക് അത് കാണുന്നില്ല, നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നമ്മളവിടെ നേരിട്ട് ചെല്ലുമ്പോഴേ അവിടുത്തെ ഭംഗി കറക്റ്റ് നമുക്കത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. സൂപ്പറായിട്ടുണ്ടായിരുന്നു, അടിപൊളിയാണ്. ഇതാണ് വലിയ പൂള് കേട്ടോ. ഇതാണ് നല്ല ആഴമുള്ള പൂള്, നല്ല വെള്ളം കൂടുതലുള്ള പൂളെന്ന് പറയാം. മറ്റേതൊക്കെ അത്രയ്ക്കും വെള്ളം പോരാ. നമ്മൾ ഫസ്റ്റ് കണ്ട പൂളിനകത്ത് കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ വലിയവർക്കും പറ്റും. എന്നാലും ഞാൻ പറഞ്ഞത് ഇതാണ് കുറച്ചുകൂടെ ആഴം. പിന്നെ അത് ഇവിടുന്ന് മേളോട്ടൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഇങ്ങനെ ഇല്ലായിരുന്നു, ഇവിടം വരെ ഉള്ളായിരുന്നു. മേളോട്ട് ഇങ്ങനെ കെട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഓരോ വർഷം കഴിയുന്തോറും ഓരോരോ പുരോഗമനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പൂക്കളാണ് കേട്ടോ. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇതുപോലെ ഇവിടെ ഫുള്ള് പൂക്കളായിരുന്നു. അങ്ങനെ അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ മാത്രമുള്ള പൂക്കൾ കേട്ടോ. ആ ഫസ്റ്റ് പൂളിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ സൂം ചെയ്ത് കാണിക്കാൻ വിട്ടുപോയി. പിന്നെ അവിടെ നിന്നൊക്കെ നേരെ ആനയുടെ അടുത്തോട്ട് വന്ന്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആനയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം പിന്നെ ആനച്ചേട്ടൻ്റെ കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. പാവത്തിൻ്റെ ഒരു കൊമ്പില്ല കേട്ടോ. ഇനി ഒറിജിനലാണെന്ന് പറഞ്ഞാൽ വളരെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയാന്നോന്നും സംശയമുണ്ട്.
അങ്ങനെ ഒരു ഉച്ച സമയം വരെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ എല്ലാം കറങ്ങി നടക്കുമായിരുന്നു കേട്ടോ. വന്ന ഉടനെ പൂളി ചാടാനൊന്നും നിന്നില്ല. ആദ്യം അവിടെ എല്ലാം ഫുള്ള് കണ്ടിട്ട് പതുക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ചാടാലോ എന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ കുറേ നേരം ഊഞ്ഞാലൊക്കെ ആടി കേട്ടോ. ഭയങ്കര ഇഷ്ടം ഊഞ്ഞാലാടുന്ന ഒരു കാര്യം. അങ്ങനെ അവിടെ ഇരുന്ന് കുറേ സമയം ഊഞ്ഞാലൊക്കെ ആടി. വേറൊരു പൂളിലേക്ക് അതിനിടയിലൂടെ നമ്മളിവിടെ പാചകവും നടക്കുന്നു. നമ്മുടെ ഇവിടെ കറി ഇവിടെ റെഡി ആക്കണം. ഞാൻ പേരെടുത്ത് പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു കറി മാത്രം നമ്മളിവിടെ വെക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരുവാണ്. ഈ ഒരു കറി മാത്രം സ്പെഷ്യലായിട്ട് ഇവിടെ തയ്യാറാക്കുവാണ്. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് അതിനിടയ്ക്കൂടെ കൊച്ചുങ്ങൾ കളിക്കുന്നതിനകത്തൊക്കെ എല്ലാവരും വലിഞ്ഞ് കയറി കേട്ടോ. അതുങ്ങളെ കൂടെ തെള്ളിയിടുമോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ഊഞ്ഞാൽ ആടിയിട്ട് ഒന്നിനും മതിയാവുന്നില്ല. വീണ്ടും വീണ്ടും ഇരുന്ന് ആടുവാണ്. വിളിച്ചിട്ടൊന്നും വരുന്നില്ലായിരുന്നേ. പിന്നെ ഇതുണ്ട്, ഇതാണ് മൂന്നാമത്തെ പൂള്. 2 പൂള് ഞാൻ കാണിച്ചില്ല, ഇതാണ് മൂന്നാമത്തെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂള്. ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂള് ഇതാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പൂള് ഇതാണ്. ഞങ്ങൾ ഫസ്റ്റിൽ ഈ പൂളിലാണ് വന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്തത് കേട്ടോ. ഈ പൂളാണ് കേട്ടോ കാണാൻ അടിപൊളിയും അതൊരു നല്ല തണുപ്പ്. എന്താണെന്നല്ല ഈ ഒരു പൂളിന് മാത്രം ഇത്രയും തണുപ്പ് പോകുന്നത്. മറ്റ് 2 പൂളിൽ ഇത്രയും തണുപ്പൊന്നും അനുഭവപ്പെട്ടില്ല കേട്ടോ. ആ പൂളി കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചേട്ടനും മക്കളും ഒക്കെ വന്നത് കേട്ടോ. വിഷ്ണുവും പിന്നെ വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സും ഒക്കെ വന്നത്. അപ്പോൾ പിന്നെ അവരെ വിളിക്കാനായിട്ട് പിന്നെ അവർക്ക് കപ്പ എടുത്ത് കൊടുക്കാനായിട്ടൊക്കെ ഞാൻ പൂളിൽ നിന്ന് കയറി വന്ന് പിന്നെ അവർക്ക് ഫുഡൊക്കെ എടുത്ത് കൊടുത്തിട്ട് വീണ്ടും ഞങ്ങൾ പൂളിലോട്ട് തന്നെ നേരെ പോയി. അങ്ങനെ എല്ലാവരുടെ പൂളിനകത്ത് ഫുൾ എൻജോയ് ചെയ്തിട്ടാ. അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. നമ്മളെല്ലാം പൂളിനകത്ത് അടിച്ചു പൊളിക്കുമ്പോൾ ചേട്ടന്മാരെല്ലാം പുറത്തിരുന്ന് അവരുടെ കുറേ ഗെയിമും കാര്യങ്ങളുമായിട്ട് പുറത്ത് പാട്ടുപാടൊക്കെ ഒക്കെ ആയിരുന്നു കേട്ടോ. ഇത് ചപ്പാത്തി ഇല്ലാണ്ട് വെജ് ഫ്രൈഡ് റൈസ്, പിന്നെ പ്ലെയിൻ റൈസ് ഉണ്ട്. അത് വീട്ടിൽ പോയി കഴിക്കണം. ചിലർ കുറച്ച് ചോറ് ഇടുന്നുണ്ട്. കുറച്ച് ചോറ് ഇടുന്നവർക്ക് ചപ്പാത്തി അത് വീട്ടിൽ പോയി കഴിക്കണം. അങ്ങനെ ഉച്ചയായപ്പോൾ എല്ലാവർക്കും വിശപ്പിന് വിളിയൊക്കെ വന്നപ്പോൾ എല്ലാവരും പൂളിൽ നിന്ന് താനേ ഇറങ്ങി കേട്ടോ. അങ്ങനെ എല്ലാവരും കയറി വന്നിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. എല്ലാം ഓർഡർ ചെയ്ത് എല്ലാ ഫുഡും ഓർഡർ ചെയ്ത് സമയത്ത് വന്ന് അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചിട്ട് എല്ലാവരും അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. കുറച്ച് നേരം റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പൂളിലേക്ക് നേരെ ചാടി. പക്ഷേ എല്ലാവരെയും കൂടെ ഏറ്റവും എടുത്ത് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എല്ലാവരെയും കൂടെ നമുക്കൊരു വീഡിയോ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മുടെ ഈ പിക്നിക്കിന് വന്ന എല്ലാവരെയും കൂടെ വെച്ചാൽ 3 പൂളുള്ളവേത് 3 പൂളിൽ വായിപ്പോയ ആൾക്കാർ. നമ്മളൊരു പൂളിൽ ചെല്ലുമ്പോൾ അവർ മറ്റേ പൂളിലോട്ട് പോകും, അവിടുന്ന് വേറെ പൂളിലോട്ട്. അങ്ങനെ എല്ലാവരെയും നമ്മൾ പോയ സ്ഥലത്തൊക്കെ നമ്മളിപ്പോൾ കിട്ടിയിട്ടുള്ളൂ. എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്താൻ ലാസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോക്കകത്ത് എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാവരും ഒറ്റൊരു പൂളായിരുന്നെങ്കിൽ അതിലൊരു വിഷമമുണ്ട് കേട്ടോ. ഒരു പൂളായിരുന്നെങ്കിൽ എല്ലാവരെയും കൂടെ ഒറ്റ പൂളി കിട്ടിയാണ്. ഇതിപ്പോൾ 3 പൂളുള്ളവർ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിപ്പോയി. അങ്ങനെ വൈകുന്നിടം വരെ എല്ലാവരും പൂളിൽ തന്നെ ആയിരുന്നു. ഒരു ദിവസം ഫുൾ എൻജോയ് ചെയ്ത് കേട്ടോ. എല്ലാവരും ഒന്നുപോലെ അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. അതിന് കേരള സംഗമം പഞ്ചമിനോട് ഒരുപാട് സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.